ഇവിടെ ദീപിക സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന പത്രമാണ്. അരിസ്റ്റോട്ടിൽ ഒരു മഹാനായ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിങ്ങൾക്കറിയാവുന്നതാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ. അദ്ദേഹം അലക്സാണ്ടറെ പഠിപ്പിച്ച ചില തത്വങ്ങളും, എല്ലാ തത്വവും പറഞ്ഞാൽ എൻ്റെ വോക്കൽ കോഡ് പിണങ്ങുമായതുകൊണ്ട് ഞാൻ ഒരു തത്വം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ തത്വം ഇതായിരുന്നു: Alexander, look upon a bird. It never depends on the strength of the branch where it stands. Rather, it is confident enough about the power of its wings. ഒരു മരത്തിൻ്റെ കമ്പയിലിരിക്കുന്ന പക്ഷി, ആ പക്ഷി ഒരിക്കലും താനിരിക്കുന്ന കമ്പൊടിഞ്ഞ് താഴെ വീഴുവോ, താൻ കാലൊടിഞ്ഞ് മരിക്കുവോ, തലകുത്തി വീണാൽ കഴുത്തൊടിയോ, ഇങ്ങനെ ഒരു ഭയവും പക്ഷിക്കില്ല. കാരണം എന്താ? പക്ഷിയുടെ വിശ്വാസം മരത്തിൻ്റെ കമ്പിൻ്റെ ശക്തിയിലല്ല, മറിച്ച് അതിൻ്റെ ചിറകിൻ്റെ കരുത്തിലാണ്. വാസ്തവത്തിൽ ദീപികയുടെയും കരുത്ത് അതുതന്നെയാണ്. ദീപിക ആരെയും ഭയപ്പെടാറില്ല. ഏത് മഹാനെയും തെറ്റ് എന്ന് പറയാൻ ദീപിക എന്നൊരു ദിനപത്രം ഇവിടെ 138 വർഷമുണ്ടായിരുന്നുവെങ്കിൽ ഇനിയും 238 വർഷത്തിലും ദീപിക ആ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കും എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. ദീപിക ആദരവ് നൽകി ആളുകളെ ബഹുമാനിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളത് അർഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ദീപിക അങ്ങനെയുള്ളൊരു ആദരവ് നടത്തുന്നത്. പലരും വൻ ഓഫറുകളുമായിട്ട് ദീപികയുടെ ആദരവ് തരാവോ എന്ന് ചോദിച്ചു വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നേ വരെയും അനർഹരായ ആരെയും 100% ബോധ്യമില്ലാത്ത ഒരാളെ പോലും ദീപികയുടെ കണ്ണൂർ യൂണിറ്റ് ആദരിച്ചിട്ടില്ല. കോട്ടയം യൂണിറ്റും ആദരിക്കുകയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത് ദീപികയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ദീപിക പത്രം ഒരാളെ അവതരിപ്പിക്കുന്നുവെങ്കിൽ we will always ensure that their brand is trustworthy. ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതവും സ്നേഹപൂർവമായ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയല്ലേ, നമ്മുടെ ഫിലിം ആർട്ടിസ്റ്റ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ സാന്നിധ്യം. സാറ് നമുക്കറിയാവുന്നതുപോലെ ഞാൻ അങ്ങനെ സിനിമ കാണാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് വലിയ പിടിയില്ലാത്തത്. പക്ഷേ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം നല്ലൊരു നലം തികഞ്ഞ ആർട്ടിസ്റ്റാണ് എന്നുള്ളത്. ഞാൻ പണ്ട് 8ാം ക്ലാസ്സിൽ സിനിമ കാണൽ നിർത്തിയ ഒരാളായതുകൊണ്ട് എനിക്ക് പുതിയ സിനിമകളെക്കുറിച്ച് പിടിയില്ല. പക്ഷേ ഈ പത്രത്തിലും ടി വിയിലും ഒക്കെ ഈ കോമഡി സീനുകൾ കാണിക്കുന്നത്, അത് ഞാൻ ഇടയ്ക്ക് ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10 കോമഡി കണ്ടിട്ട് കിടക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബലഹീനതയാണ്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ബലഹീനതയുണ്ട്. അങ്ങനെ ആ കോമഡി കണ്ട് അന്നത്തെ ടെൻഷനൊക്കെ മാറി ചിരിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടി ഞാൻ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിനകത്തെ ഒരു ലിവിങ് ക്യാരക്ടറായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു സാറിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. We are happy that you are with us. Thank you for being with us.